ഹായ് ഹലോ, എല്ലാവർക്കും ജാനകിയുടെയും അഭിയുടെയും പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകി തൻ്റെ അച്ഛൻ തമ്പിയാണെന്നും അമ്മ രാധാമണിയാണെന്നും അഭിയുടെ നാവിൽ നിന്ന് തന്നെ തിരിച്ചറിയുന്നു. എപ്പോഴും തന്നെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ദുഷ്ടനായ തമ്പിയാണ് തൻ്റെ പിതാവ് എന്നുള്ള കാര്യം ഉൾക്കൊള്ളാനൊന്നും ജാനകിക്ക് കഴിയുന്നില്ല. ജാനകിയെ തമ്പിയെ ഒരു അച്ഛനായി അംഗീകരിക്കാനും പോകുന്നില്ല. പിന്നെ കാണിക്കുന്നത് ജാനകി സൂര്യനാരായണൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട്. കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്. എന്നിട്ട് ഒരു ആത്മകഥം പോലെ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കാണപ്പെട്ട ഈശ്വരനാണ് കർമ്മം കൊണ്ട് എനിക്ക് അച്ഛനായ ഈ മനുഷ്യൻ. ഇനി അച്ഛൻ എന്ന് പറഞ്ഞ് ആര് വന്നാലും എനിക്ക് എൻ്റെ ഈ അച്ഛനെ മാത്രം മതി. ഇതാണ് എൻ്റെ എല്ലാമായ അച്ഛൻ എന്നും പറഞ്ഞ് ഫോട്ടോവും പൊത്തിപ്പിടിച്ച് തേങ്ങിക്കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഭിയും ജാനകിയും തമ്മിലുള്ള സംസാരമാണ്. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അവർ സംസാരിക്കുക എന്നത് അമ്മയെ പറ്റിയാണ്. അമ്മയെക്കുറിച്ച് ഓർത്ത് വളരെയധികം ഉത്കണ്ഠയിലാണ് ജാനകി. എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, അഭിയേട്ടാ, എൻ്റെ അമ്മ ഇപ്പോൾ എവിടെയായിരിക്കും? ഇപ്പോഴും സമനില തെറ്റിയായിരിക്കുമോ എൻ്റെ അമ്മ? എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമോ? എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഇനി എൻ്റെ ജീവിതം എൻ്റെ അമ്മയ്ക്ക് കൂടി വേണ്ടിയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അഭിയേട്ടാ, അമ്മ എവിടെയാണെന്ന് അച്ഛൻ അറിയാമായിരുന്നു എന്നാണ്. പിന്നെ അച്ഛൻ എന്താ അതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത്? അപ്പോൾ അഭി പറയുന്നുണ്ട്, ചിലപ്പോൾ നിൻ്റെ അമ്മ മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് നല്ലൊരു ജീവിതം ജീവിക്കുന്നുണ്ടാകും. പാസ്റ്റിൽ നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി വെറുതെ അവരുടെ ജീവിതത്തിൽ അനാവശ്യ പ്രോബ്ലം ഉണ്ടാക്കേണ്ട എന്ന് കരുതി കാണും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അമ്മ സന്തോഷകരമായിട്ട് ജീവിക്കുന്നതെങ്കിൽ എനിക്കത് വളരെ സന്തോഷമാണ്. ഒരിക്കലും അമ്മയെ ശല്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കില്ല. പക്ഷേ ദൂരെ നിന്നെങ്കിലും ആ മുഖം ഒരു നോക്ക് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ ഇങ്ങനെ വിഷമിക്കാതെ. നിൻ്റെ അമ്മയെ നിനക്ക് കാണിച്ചു തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ജാനകി. ഇനിയുള്ള എൻ്റെ ശ്രമവും അതുതന്നെയായിരിക്കും. ഇനി നമുക്ക് പ്രൊമോ വിശേഷം പറയാം. പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ ജാനകിയും അഭിയും അമ്മയെ തേടിയുള്ള യാത്രയിലാണ്. അങ്ങനെ അവർ ഒരു വീട്ടിലെത്തുന്നുണ്ട്. ഒരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അവരോട് അഭി ചോദിക്കുന്നുണ്ട്, അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാധാമണി വാരസ്യാരെ പറ്റി അറിയാമോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അറിയാമോ എന്നോ? രാധാമണിയെ ആര് മറക്കാനാ? നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെണ്ണായിരുന്നു അവൾ, കാണാനും സുന്ദരി. എന്നിട്ട് ജാനകിയെ നോക്കിക്കൊണ്ട്, ദേ ഈ മോളെ പോലെ തന്നെയാണ് ഏകദേശം കാണാൻ. അത് കേട്ടപ്പോൾ ജാനകിയുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മയെപ്പറ്റി അറിയാനുള്ള ആകാംക്ഷയും ആ മുഖത്തുണ്ട്. പിന്നെ കാണിക്കുന്നത് അപർണയെയാണ്. അപർണ മുത്തശ്ശിക്ക് കുത്തിവെക്കേണ്ട മരുന്നൊക്കെ കളയുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന പൊന്നു പറയുന്നുണ്ട്, കളയല്ലേ ചെറിയമ്മേ, മുത്തശ്ശിക്ക് വയ്യാത്തതല്ലേ, മുത്തശ്ശി മരിച്ചു പോകും. അപ്പോൾ അപർണ അവളെ വിരട്ടുന്നുണ്ട്. നിനക്ക് എന്താടി വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഭിയെയും ജാനകിയെയുമാണ്. അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭി ജാനകിയോട് പറയുന്നുണ്ട്, 16 വർഷത്തിന് മുൻപുള്ള രേഖകളൊന്നും ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്ന് പറയുന്നത് നീ കേട്ടതല്ലേ? ഇനി ചിലപ്പോൾ ആ പഴയ ഫയലുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. എന്നിട്ട് നിരാശയോടെ നിൽക്കുന്ന ജാനകിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.